ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു പീസ് മതി കേട്ടോ. നമ്മളെ വയറും മനസ്സും ഒക്കെ നിറയാൻ വേണ്ടിയിട്ട് ഇത് ചിക്കൻ കലത്തപ്പമാണ് കേട്ടോ. നല്ല എരിവുള്ള കലത്തപ്പം. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കേകി 2-3 മണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചോറും 1 ടീസ്പൂണ് വലിയ ജീരകവും 4 ഏലക്കയും ഒരു 4-5 ചെറിയുള്ളിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞ് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചത് അതും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടിയും ചേർത്തിട്ട് നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ മാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോഡാപ്പൊടി ഉണ്ടല്ലോ അതും ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഉണ്ടല്ലോ അതും ചെറുതായി അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതിന് കുറച്ച് തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അത് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചെടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി എരിവുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ. കൂടെ നിങ്ങൾ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കാം. നല്ല സോഫ്റ്റുള്ള കലത്തപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.